ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കൊച്ചു വീഡിയോയുമായിട്ടാണ്. എന്ത് വീഡിയോ ആണെന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത്. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കുമോ അല്ലെങ്കിൽ പ്രത്യേകിച്ചുള്ള ഒരു റെസിപ്പിയൊന്നും അല്ല. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പഴങ്കഞ്ഞി വീഡിയോയുമായിട്ടാണ്. ഈ അടുത്ത നാളുകളിലൊക്കെ നമ്മൾ ഒത്തിരി യൂട്യൂബിലും കടകളിലും ഒത്തിരി നമ്മൾ കണ്ടതാണ് പഴങ്കഞ്ഞി ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പഴങ്കഞ്ഞി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കുറേ കറികളും അതും അങ്ങനെ പല കാര്യങ്ങളും ചേർത്തിട്ടാണ് അവർ കടകളിൽ പഴങ്കഞ്ഞി കൊടുക്കാറ്. എന്നാൽ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പഴയ കാല അമ്മച്ചിമാർ രാവിലെ കഴിക്കാറുണ്ടായിരുന്ന പഴങ്കഞ്ഞിയുണ്ട്. അതൊരു പ്രത്യേക രീതിയിലാണ് അവർ കഴിക്കാറ്. അതുപോലെ ചില വയലിലും പറമ്പിലും ഒക്കെ പണി എടുത്തുകൊണ്ടിരുന്നത് ഇന്നത്തെ പോലെ അന്ന് എല്ലാവരും വലിയ ജോലിക്കാരും എ സിയിലോടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല. പറമ്പിലൊക്കെ സാധാരണ പറമ്പിലും തൊടിയിലും പണി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ. അപ്പം അവരുടെ ആരോഗ്യത്തിനും അവർക്കൊരു എനർജി കിട്ടാൻ എനർജി ബൂസ്റ്ററായിട്ടൊക്കെയാണ് അവർ ഈ പഴങ്കഞ്ഞി കഴിച്ചുകൊണ്ടിരുന്നത്. പണ്ടത്തെ കാലത്തെ അമ്മച്ചിമാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും അവരെങ്ങനെയാണ് ആ പഴങ്കഞ്ഞി കഴിച്ചുകൊണ്ടിരുന്നതെന്ന്. അത് വളരെ സിമ്പിളായിട്ട് ഒരു ചെറിയ രീതിയിൽ ഞാനിന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് അവരുടെ പഴങ്കഞ്ഞി എന്നുള്ളത്. ഇതിപ്പോൾ ഒരു 3-4 ചെറിയ ഉള്ളിയും 2 പച്ചമുളകുമാണ്. ഇത് നമ്മൾ ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അരകല്ലിൽ വെച്ച്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മൾ അടുപ്പിലൊരു പാൻ വെച്ച് അതിലേക്ക് ശകല എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അടുത്തതായിട്ട് നമ്മൾ കുറച്ച് മുളക് വറുത്തെടുക്കുകയാണ്. മുളകും പാവയ്ക്കയും കൂടെയാണ് ഞാനിവിടെ വറുത്തെടുത്തിരിക്കുന്നത്. പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ മുളകൊക്കെ വലിയ ഉണ്ടമുളകൊക്കെയാണ് അവരെന്ന് വെച്ചിരുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ ഉണ്ടമുളകൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ചെറിയ കാന്താരിമുളക് ഉണങ്ങി വെച്ചിരുന്നാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അതിനുശേഷം പിന്നെ അവർക്ക് ഇവിടെയൊക്കെ കഞ്ഞികളിൽ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് കാണുന്ന ഒരു സാധനമാണ് ഉണക്കമീൻ. ഉണക്കമീൻ കൂടുതലും കുറിച്ചിമീനായിരിക്കും കാണുക. കഷ്ണം മീൻ, തെരണ്ടി മീൻ അങ്ങനെയുള്ള മീനുകളൊക്കെ വളരെ കുറവായിരിക്കും. അതിനൊക്കെ ഭയങ്കര വിലയായിരുന്നിരിക്കും അന്നത്തെ കാലത്ത്. അപ്പം അവർ സാധാരണ യൂസ് ചെയ്യാറ് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മീനുകളായിരിക്കും. അപ്പോൾ അതിൻ്റെ തലയും അവരെടുക്കും. തലയും എടുത്ത് നല്ലതുപോലെ വെട്ടിക്കഴുകി നല്ല മുളക് പൊടിയൊക്കെ തേച്ച് വറുത്തെടുക്കും. വറുത്തെടുത്തതിന് ശേഷം ഇതും അവർ അവരുടെ കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ കൂട്ടും. പണ്ടുള്ള ആളുകൾ നമ്മളൊക്കെ വെക്കുന്ന പോലെ ഗ്യാസിലോ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറിലോ ഒന്നും അല്ല കഞ്ഞി വെച്ചിരുന്നത്. അടുപ്പത്ത് ഇതുപോലെ മൺകലത്തിലാണ് കഞ്ഞി വെച്ചിരുന്നത്. അപ്പോൾ ആ കഞ്ഞിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞാനിപ്പം ഇന്നലെ വെച്ച കഞ്ഞിയാണ്, ഇച്ചിരി മൺകലത്തിലായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ആ കഞ്ഞി ബാക്കി വന്നതാണ്. അപ്പം നമുക്കിത് അവരെങ്ങനെ കഴിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ പണ്ടത്തെ അമ്മച്ചിമാർ നമ്മളൊക്കെ വിളമ്പുന്നത് പോലെ തവിയൊന്നും കൊണ്ടൊന്നും അല്ല കഞ്ഞി വിളമ്പുന്നത്. അവരവരുടെ കൈ കൊണ്ടാണ് ഈ പഴങ്കഞ്ഞി വിളമ്പിയെടുക്കുന്നത്. അത് മൺകലത്തിൽ നിന്നൊക്കെ ആ വെള്ളം കൂടുതലെടുക്കാതെ അവർ ആ കഞ്ഞി അതിൻ്റെ അകത്തുനിന്ന് വിളമ്പി അവർ കഴിക്കുന്ന ചട്ടിയിലേക്ക് മാറ്റും. അതിനുശേഷം എന്താ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ട തൈര് കാണും എല്ലാ വീടുകളിലും. ഒട്ടുമുക്ക വീടുകളിലും പശുവിനെയൊക്കെ വളർത്തുന്നത് കാണും. അപ്പോൾ എല്ലായിടത്തും തന്നെ നല്ല തൈര് കാണും. അപ്പോൾ ഈ കട്ട തൈര് കൊണ്ടുവന്നിട്ട് അതിൻ്റെ കഞ്ഞിയുടെ മുകളിലേക്ക് അവർ ഒഴിക്കും. അതിനുശേഷം നല്ല ആ ഉള്ളിയും മുളകും കൂടെ ചതച്ചില്ലേ, അത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് അതിൻ്റെ മുകളിലേക്ക് ശകലം ഉപ്പ് ഇടും. അതിനുശേഷം അവർ വീട്ടിൽ അച്ചാറൊക്കെ വെച്ചിട്ട് കാണും. കുറച്ച് അച്ചാറും പിന്നീട് അവർ ആ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമീനും അതിൻ്റെ തലയും ഒക്കെ എടുത്ത് വെച്ച് അതിൻ്റെ കൂടെ ആ മുളക് വറുത്തതും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേനും പഴങ്കഞ്ഞി റെഡി. ഇതെല്ലാം കൂടെ കൂട്ടി അങ്ങ് ഞരടി അങ്ങോട്ട് കഴിക്കണം. ഇനി ചക്കയൊക്കെ ഉള്ള സീസണാണ്. ചക്കയൊക്കെ കിട്ടുമെങ്കിൽ ഇച്ചിരി ചക്കപ്പുഴുക്കും കൂടെ ചേർത്താണ് ഈ അമ്മച്ചിമാർ കഴിക്കാറ്. എന്താ സ്വാദെന്നറിയാമോ അതിന്. പണ്ട് ഞങ്ങളുടെ വല്യമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്നപ്പം വല്യമ്മച്ചിയൊക്കെ പറയുമായിരുന്നു, നിങ്ങളൊക്കെ നന്നാവാൻ വേണ്ടിയിട്ടാണ്, ആരോഗ്യം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രാവിലെ കഴിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ തരുമായിരുന്നു. ശരിക്കും എല്ലാവരുടെയും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരിക്കൽ ഇതിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ നമ്മുടെ നാവിൽ നിന്ന് ഇതിൻ്റെ സ്വാദ് ഒരിക്കലും പോകില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരേക്കും ബൈ.